എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിഗണിക്കേണ്ടത് ദീനിനെ പരിഗണിക്കണം. മഹാനായ സയ്യിദ് എന്തിനാ ദീൻ പരിഗണന? ചെറുപ്പക്കാരൻ പണവാ നോക്കണം. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, പൈസ ഉണ്ടെങ്കിൽ ഞാൻ കെട്ടിക്കോളാം ഉസ്താദ്, അല്ലേ? ഇത്തിരി വയസ്സ് അതും കുഴപ്പമില്ല ഉസ്താദ്. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കുട്ടികളുടെ ഉമ്മയാണെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കെട്ടാൻ. എടാ പൈസ എൻ്റെ എന്ത് കിട്ടാനാ? പൈസ അല്ലല്ലോ വേണ്ടത്, ദീനുണ്ടോ നോക്ക്. ചിലത് പിന്നെ ഗ്ലാമർ, സിനിമാ നടിയാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഗ്ലാമർ ഉണ്ടായിരിക്കണം. ഗ്ലാമർ ഉള്ളതിനെ കെട്ടാൻ നടക്കുന്ന ഒരുപാട് ചങ്ങായിമാരുണ്ട്. ചിലര് പിന്നെ വലിയ കൊല ഒന്നും ഇല്ല അറിയപ്പെടുന്നതൊന്നുമല്ല. ദീനിനെ പരിഗണിക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രി നടക്കുക. ഖലീഫയായ ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കും. എന്തിനാ? തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ. അങ്ങനെ ഭരണാധികാരികൾ, നമ്മുടെ ഭരണാധികാരികൾക്കൊന്നുമില്ല, അവർക്കൊന്നും അറിയില്ല. യഥാർത്ഥ ഭരണാധികാരിയായ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുക, തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ. അങ്ങനെ ഒരു ദിവസം ഒരു വീടിന്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് വഴക്ക് നടക്കുന്നു. പാതിരാത്രി വെളുപ്പാങ്കാല സമയം അടുത്തു വരുന്നു. വീടിനകത്ത് വല്ലാത്ത വഴക്ക്. അപ്പൊ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊന്ന് ശ്രദ്ധിച്ചു. എന്താ അല്ലാ വീടിനകത്ത് വഴക്ക്? ആരാ? ഉമ്മായും മകളും കൂടെ. ഉമ്മായും മകളും കൂടെ. ഇന്ന് ഉമ്മായും മകളും വഴക്കൂടുന്നത് വേറെ കാര്യത്തിനാ. എന്താ സ്നേഹം എന്നറിയും? ഉമ്മായും മകളും വല്ലാത്ത സ്നേഹവും ഉമ്മയും മകളും. കാരണം ഉമ്മ മകളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പറയും എന്റെ റീലെടുക്കാൻ. മകള് റീലെടുക്കും ഉമ്മാടെ. അത് കഴിഞ്ഞപ്പം മകള് ഉമ്മാനോട് പറയും ഇനി എന്റെ നീ എടുക്കാൻ. ഇതാ സ്നേഹബന്ധം. ഉമ്മർതങ്ങൾ നോക്കുമ്പോ ഒരു ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നു. എന്താ പ്രശ്നം? എന്താ? ഉമ്മ മകളോട് പറഞ്ഞു പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ. അപ്പൊ മകള് പറയുന്നുണ്ട് ഇത് ചതിയല്ലേ ഉമ്മ, ഇത് തെറ്റല്ലേ, ചതിയല്ലേ, വഞ്ചനയല്ലേ, പാലിനകത്ത് വെള്ളം കലർത്തിയിട്ട് കൊടുക്കണത് പാവമല്ലേ, ഞാൻ ചെയ്യൂല. അപ്പൊ ഉമ്മ പറയണ് നീ വലിയ മഹതി ഒന്നാവണ്ട, മര്യാദക്ക് ഞാൻ പറയണേ കേക്ക്, വെള്ളം ഒഴിക്കടി. ഉമ്മ പിന്നെ നിർബന്ധിക്ക. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു ഉമ്മാ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഖലീഫ ഉമറാ രാജ്യം ഭരിക്കുന്നേ, അറിഞ്ഞ നമ്മള് രണ്ടെണ്ണത്തിനെയും വെറുതെ വിടൂല, നമ്മളെ രണ്ടുപേരെയും വെറുതെ വിടൂല. അപ്പൊ ഉമ്മ മകളോട് പറയാ ഉമർ എങ്ങനെ അറിയണം? ഓം വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ, നീ പാലിന്റെ അകത്ത് വെള്ളം കുടിക്കുന്നത് കാണാനാ ഉമർ അടക്കണം, ഉമർ കിടന്ന് ഉറങ്ങ, നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. മൂന്നാമതും തന്റെ പൊന്നാര മകളോട് നിർബന്ധിക്കുമ്പോ ആ പൊന്നു മകള് പറഞ്ഞു ഉമ്മ ഉമർ കാണുന്നില്ലായിരിക്കും, ഉമർ ഉറങ്ങുമായിരിക്കും, അല്ല ഉറങ്ങുന്നില്ല ഉമ്മ, അല്ല കണ്ടുകൊണ്ടിരിക്കുക ഉമ്മ, അല്ല ഉറങ്ങണില്ല. മൃതങ്ങൾ തങ്ങളുടെ കേട്ടപ്പോ വല്ലാത്ത അത്ഭുതം തോന്നി. മൃതങ്ങൾ ആ വീട് നോക്കി വെച്ചു. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ ഒരാളെ പറഞ്ഞു വിട്ടു ആ വീട്ടിൽ പോയിട്ട് ആ പെണ്ണാരാണെന്ന് അന്വേഷിക്കാൻ. ആ പെണ്ണാരാണെന്ന് അന്വേഷിക്കാൻ ഒരാൾ പോയി അന്വേഷിച്ചു. ആ പെൺകുട്ടി ഒരു യതീമായിരുന്നു. ഒരു യതീമായ പെൺകുട്ടിയാ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെൺകുട്ടിയാ. ഉമ്മയാണെങ്കിൽ അവരും നല്ലവരാ, പാലിൽ വെള്ളം കലർത്തുന്നവരൊന്നുമല്ല. പിന്നെ ചെയ്യാനുള്ള കാരണം എന്താ? ഒരൊട്ടകമുണ്ട് അവരുടെ വീട്ടിൽ. ആ ഒട്ടകത്തിന്റെ പാല് കൊണ്ട് അവര് ജീവിക്കുന്നേ. ഒരാഴ്ചയായിട്ട് പാലില്ലാത്തത് കാരണം അവരുടെ വീട് പട്ടിണിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദിവസം ഒരു ഇത്തിരി പാല് കിട്ടുന്നേ. അപ്പോഴാ ഉമ്മ പറഞ്ഞത് വല്ലതും തിന്നിട്ട് ഒരാഴ്ചയായി മോളെ, ഇത്തിരി വെള്ളം കലർത്തി കൊടുത്താ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ. അപ്പോഴാണ് ആ മകള് പറയുന്നത് ഞാൻ ചെയ്യില്ല എന്ന്. ഉമർ തങ്ങൾ നേരെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാ. ഉമർ തങ്ങൾ വീട്ടിൽ ചെന്നിട്ട് രണ്ട് ആമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞുടാ മക്കളെ, വാപ്പച്ചി ഒരു പെണ്ണിനെ കണ്ടടാ, വാപ്പായിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പ്രായമായത് കൊണ്ട് ഞാൻ വിവാഹം കഴിക്കണില്ല. മൃതങ്ങൾ പറയാ പണമില്ല, സമ്പത്തില്ല, വലിയ കൊട്ടാരമൊന്നുമില്ല, അറിയപ്പെടുന്ന കുടുംബമൊന്നുമല്ല, യതീമായ മകളാ, പക്ഷെ ഹൃദയത്തിനകത്ത് അള്ളയുണ്ടടാ മക്കളെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബുണ്ടടാ പൊന്നുമക്കള്. നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ പറഞ്ഞു വാപ്പാ
ഞാൻ കഴിക്കാൻ തയ്യാറാണ്, എനിക്ക് വേണം വാപ്പാ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മകന് പറയുകയാണ്, ആയിരക്കണക്കിന് പെൺകുട്ടികൾ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുമടോ, ഉമറിന്റെ മകന് വേണ്ടി പെണ്ണ് വേണമെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പേര് വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കും. ആ ഉമർ തങ്ങളുടെ മകൻ പറയുകയാണ്, സമ്പത്തല്ല, കുടുംബ മഹിമയല്ല, കൊട്ടാരമല്ല, സൗന്ദര്യമല്ല, എനിക്ക് വേണ്ടത് ദീനുള്ള ഒരു പെണ്ണാണ്, ദീനുള്ള ഒരു പെണ്ണിനെ വേണം എനിക്ക് വേണ്ടത്. അവിടുന്ന് വിവാഹം കഴിക്കുകയാ, അവിടുന്ന് വിവാഹം കഴിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മഹാൻ ലോകത്ത് ജീവിച്ചിരുന്നടോ. ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു? പടച്ചവനെ, കണ്ണ് നിറഞ്ഞു പോകും. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം വായിച്ചാ ഏത് മനുഷ്യനും കരഞ്ഞു പോകുമടോ. വല്ലാത്ത ഒരു ചരിത്രമാണ്. ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നറിയോ? പടച്ചറപ്പേ, സാധാരണ ഒരു മനുഷ്യരല്ല. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന ഖബറിനോട് സംസാരിച്ച മനുഷ്യരാ, ഖബറിനോട് സംസാരിച്ച മനുഷ്യനാ. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, ഒരിക്കൽ ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. പള്ളിപ്പറമ്പിൽ ഒരു ജനാസ ഖബറടക്കാൻ പോയി. ഖബറടക്കി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പോകുന്നില്ല. കൂടെ വന്നവര് പറഞ്ഞു, തങ്ങളെ വരുന്നില്ല, എല്ലാവരും പൊക്കോ, ഞാനൊരൽപ്പനേരം ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ കൂടെ വന്ന എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആ പള്ളിപ്പറമ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് പോയിരിക്കുകയാ. പഴക്കമുള്ള ഒരു ഖബറിന്റെ ചാരത്ത് പോയിരുന്നു. പടച്ചവനെ, കരയുകയാണ്. ഒന്നും മിണ്ടാതെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഖബർ ചോദിക്കുന്നു, അല്ല, എന്നോടൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? ഒരുപാട് സമയമായല്ലോ, നീ മിണ്ടാതെ ഇവിടെ ഇരുന്ന് കരയുന്നല്ലോ, എന്നോട് നിനക്കൊന്നും ചോദിക്കാനില്ലേ? എന്റെ ഉള്ളിൽ കിടക്കുന്നവന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുമ്പോ ഖബർ പറയുകയാ, മസക്കത്തുൽ കുഫാ വശദഖത്തൽ മുഖലതൈൻ. ഖബർ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അവിടെന്ന് ഖബർ വിശദീകരിച്ചു കൊടുക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞു വീഴുകയാ. പറയല്ലേ, പറയല്ലേ. അവസാന ഖബറിന്റെ മുകളിൽ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോ ഖബർ പറഞ്ഞു കൊടുക്കുകയാ, അല്ലദുല്ലുക അലാ അഖ്ഫാനി ലാ തുബിലാ. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയുവോ? ചെറുപ്പക്കാരാ, മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ, തന്നെ മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ച് റെഡിയായി കടന്നു വരികയാണ്. അവിടെ നിന്ന് കുളിച്ചൊരുങ്ങിയടോ, കഫം തുണിയും എടുത്തുകൊണ്ട് റൂമിനകത്തേക്ക് കടന്നു വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിക്കാൻ തയ്യാറായി വന്ന് കിടക്കുകയാണ്. അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ, ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളെ വിളിക്കുകയാ, ഭാര്യ വിളിക്കുകയാണ്. ഫാത്തിമാൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, ഞാൻ മരിക്കാൻ പോകുകയാണ് ഫാത്തിമ. പടച്ചവനെ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വസിയ്യത്തുകൾ ചെയ്തു, പരസ്പരം പൊരുത്തം ചോദിച്ചു. അവിടെ നിന്ന് യാത്ര പറയുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാണ്. അവസാനമായി ഭാര്യയും ഭർത്താവും അവിടെ നിന്ന് പിരിയാ സമയമായി. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ,
ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാണ്. കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എങ്കിൽ ഫാത്തിമ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, ഈ റൂമിനകത്ത് നിന്ന് പുറത്തിറങ്ങ്, ഈ റൂമിനകത്ത് നിന്ന് പുറത്തിറങ്ങ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുമ്പോ ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിലാണ്, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? ഫാത്തിമയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ കൂട്ടുകാര് വരുന്നു ഫാത്തിമ. വെളിയിലിറങ്ങു ഫാത്തിമ, റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ. സ്നേഹത്തോടെ തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്. മനസ്സില്ല മനസ്സോടെ ഫാത്തിമ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടച്ചു. സമാധാനമില്ല, കരയുകയാണ്. കാരണം ഭർത്താവ് റൂമിനകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഫാത്തിമയ്ക്ക് സമാധാനമില്ല. പടച്ചവനെ, ആരാ തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? ആരാണ് പടച്ചവന്? ആരാണ് ഭർത്താവിന്റെ കൂട്ടുകാര്? ആരാണ് ഭർത്താവിന്റെ കൂട്ടുകാര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ റൂമിന്റെ വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാണ്. അസ്റായിലിനോട് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂഹ് പിടിക്കാൻ അസ്റായിൽ വന്നിരിക്കുകയാണ്. അസ്റായിൽ വന്നിരിക്കുകയാണ്. പെങ്ങളെ, ഫാത്തിമ നിന്ന് കരയുകയാ, ഫാത്തിമ നിന്ന് കരയുകയാ. പടച്ചവനെ, തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്? എന്താണ് പറയുന്നതെന്നറിയാ? രണ്ടാമതും വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുകയാ. എപ്പോഴാടാ ചെറുപ്പക്കാരാ റൂഹ് പിടിക്കാൻ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാണ്. ഏതായത്തെന്നറിയോ? ഏതായത്തെന്നറിയുമോ? تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഫാത്തിമ, ഫാത്തിമ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കുന്നതെന്ന ഖുർആനിന്റെ ആയത്തോതിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മുഖത്തേക്ക് തുണിയെടുത്തിട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. അനക്കമില്ലടോ, ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വാതിൽ തുറന്ന് ഓടിച്ചെല്ലുമ്പോ റബ്ബേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാ. ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നാട് മുഴുവനും അറിഞ്ഞിടൂ. കണ്ടവർ പറയുന്നു, നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. അവസാനം അവിടത്തെ ജനാസ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു നിസ്കരിച്ചു. അവസാന കബറടക്കി കഴിഞ്ഞപ്പോ ജനങ്ങൾ
ജനങ്ങള് തിരിച്ചു പോകുന്നില്ല. ഖബറടക്കാമെന്നവര് പോകുന്നില്ല. അവരിങ്ങനെ പള്ളിയുടെ പരിസരത്ത് നിൽക്കുകയാണ്, ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. എല്ലാവരും അവിടെ നിന്നുകൊണ്ട് പറയുന്നു, വല്ലാത്ത മരണമാ, വല്ലാത്ത മരണമാ. പടച്ചവനെ, ഖുർആൻ ഓതിയല്ലോ, അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ മരിച്ചത്. ജനങ്ങൾ മുഴുവനും പറയുകയാണ്, വലിയ ചർച്ചയായി. അവസാനം എല്ലാവരും കൂടെ തീരുമാനമെടുത്തു, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് പോകാൻ. അവസാനം ജനാസ കൊണ്ടുപോയ വീട്ടിലേക്ക് നാട്ടുകാര് മുഴുവനും കടന്നു വരികയാണ്. എല്ലാവരും വന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ സങ്കടത്തിലാണെന്നറിയാ, വല്ലാത്ത വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖത്തിലാണെന്നറിയാ, ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാ. ഈ നാട്ടുകാര് മുഴുവനും വന്നത് സങ്കടപ്പെടുത്താനല്ല, നിന്നെ വേദനിപ്പിക്കാനല്ല. ഈ നാട്ടുകാര് മുഴുവനും നിന്റെ ഭർത്താവിന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചിട്ട് എന്തിനാണ് വന്നതെന്നറിയോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയോ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞോ, ഖുർആനിലെ ആയത്തോതി. പടച്ചവനെ, വല്ലാത്ത പ്രകാശമായിരുന്നു. നിന്റെ ഭർത്താവിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. എങ്ങനെയാ ഫാത്തിമ, എങ്ങനെയാ ഫാത്തിമ നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാനുള്ള കാരണമെന്താ? ഫാത്തിമയുടെ മറുപടി എന്തെന്നറിയോ? വകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാള് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ്, അല്ലാഹനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള വേറെ ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ പെങ്ങള്? അറിയുമോടാ ചെറുപ്പക്കാരാ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ആരുടെ കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയോ? ഉമർ തങ്ങൾ രാത്രിയിൽ നടന്നു പോയപ്പോ ഉമ്മ മകളോട് പറയുന്നു, പാലിൽ വെള്ളമൊഴിക്കാൻ. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ കുടുംബത്തിൽ ജനിച്ചതാ? ആ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അല്ല കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ കുടുംബത്തിലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതുകൊണ്ടാ പറയുന്നത്, കല്യാണം കഴിക്കുമ്പോ പരിഗണിക്കേണ്ടത് ദീനുള്ള പെണ്ണിനെയാ. ദീനുള്ളവരെ വേണം വിവാഹം കഴിക്കാൻ. ദീൻ ഉണ്ടാകണം. ദീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ദീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ദീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനി കല്യാണം കഴിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുക. നീ നിന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിക്ക്, ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്ക്. അള്ളാഹു ഇനിയെങ്കിലും ദീനുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ ബാധ്യത, ഒന്നാമത്തെ കടമ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിന് വേണം ഉമ്മയായിട്ട് കൊടുക്കാൻ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. സ്വാലിഹത്തായില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? എടോ, ഭർത്താവ് എത്ര നല്ല മനുഷ്യനാണെങ്കിലും ഭാര്യ നല്ലവളല്ലെങ്കിൽ പേടിക്കണം. ഭർത്താവ് നല്ല മനുഷ്യൻ, 5 നേരം നിസ്കരിക്കും, വഅദ് പറയും, പണ്ഡിതന, തങ്ങള, വലിയ ആരും ആകട്ടെ, നീ എത്ര വലിയ മഹാനാണെങ്കിലും നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ.
950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ നൂഹ് നബി അലൈഹിസ്സലാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രബോധനം നടത്തിയ പ്രവാചകനാണ് നൂഹ് നബി. 950 വർഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പ്രസംഗിച്ച് നടന്ന നബിയാണ് നൂഹ് നബി. ഈ നൂഹ് നബിയുടെ ഭാര്യ മുസ്ലിമായോ? പറ, അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. ആ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല. ആ നൂഹ് നബിയുടെ മകനാണ് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങി ഇങ്ങനെ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങനുണ്ട്. നൂഹ് നബി കപ്പല് കൊണ്ട് നിർത്തിയിട്ട് വിളിച്ചു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഇത് അള്ളാന്റെ അദാബാടാ, ഇത് പടച്ച റബ്ബിന്റെ അദാബാ. പാപ്പ പറയുന്നതനുസരിക്ക് ഉപ്പാടെ കൂടെ ഈ കപ്പലിൽ കയറ്. ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല, നീ മരിച്ചു പോകും. ഇത് അള്ളാഹുവിന്റെ അദാബ, അള്ളാന്റെ സഹായം അല്ലാതെ വേറെ ഒന്നും ഇന്ന് കിട്ടൂല. ഉപ്പ പറയുന്നത് നീ അനുസരിക്ക്. വാപ്പ തന്റെ പൊന്നാര മകനെ വിളിക്കുമ്പോ ഈ മോൻ പറഞ്ഞ മറുപടി, വാപ്പ പൊക്കോളെ, വാപ്പയുടെ കാര്യം നോക്കി, ഞാൻ ആ കാണുന്ന മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും, കണ്ണിന്റെ മുമ്പിൽ കടന്നു മരിച്ചടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ മകന്? 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ മകൻ. എന്തുകൊണ്ട്? ഭാര്യ വിശ്വാസം ഇല്ലാത്തവളായി പോയി. ലൂത്ത് നബി അലൈഹിസ്സലാം അതും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ നല്ലവളല്ലാതെ വന്നപ്പം മക്കളും പോയി. അതുകൊണ്ടാ പറഞ്ഞത് ഭാര്യ നല്ലവളാകണം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം. നമ്മുടെ ജീവിതം സന്തോഷത്തിലാകാൻ, നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം. വാപ്പയും ഉമ്മയും നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അവർക്ക് മാതൃകയാകാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. അപ്പം മക്കളോട് മാതാപിതാക്കൾക്കുള്ള ഒന്നാമത്തെ കടമ, ദീനുള്ള ഒരു ഉമ്മാനെ വേണം തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ. അപ്പൊ കല്യാണം കഴിച്ചവർ ചിന്തിക്കും, ഉസ്താദിന് ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നിന്റെ ഭാര്യ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണാകണോ? അവരുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറണോ? നിന്റെ ഭാര്യയുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറണോ? പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ സർവ്വ ദുസ്വഭാവങ്ങളും മാറി അവനൊരു നല്ല മനുഷ്യനാകണോ? അള്ളാനെ പേടിയുള്ളൊരു മനുഷ്യനാകണോ? അതിനുള്ള ഒരു വഴി പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിർത്താറായോ? സമയം എന്താ? 11:15. പടച്ചവനെ, എപ്പോ ഇരിക്കാൻ തുടങ്ങിയതാ നിങ്ങള്? 8 മണി, 9, 10, 11. അല്ലാഹ് പടച്ചറബ്ബേ, നിർത്താറായി. ഞാൻ നിർത്താ. അൽഹംദുലില്ലാഹ്, ഞാൻ നിങ്ങൾക്കൊരു നന്മ പഠിപ്പിച്ചു തരാം. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഉസ്താദെ എനിക്കൊരു സ്വാലിഹത്തായ ഭാര്യ. ഒരുത്തൻ പറഞ്ഞു, ഉസ്താദെ എനിക്ക് സ്വാലിഹത്തായ ഭാര്യയെ വേണം, നല്ല പെണ്ണ് കിട്ടണം. അള്ളാഹു നല്ല പെണ്ണിനെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, സ്വാലിഹത്തായ ഭാര്യ ബക്കറ്റ് പിരിവുണ്ടോ? എന്നാ പിന്നെ അതായിട്ട് കുറക്കണ്ട, എടുത്തോ, ബക്കറ്റ് എടുക്കടോ. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈവച്ചേ. പോക്കറ്റ് കൈവെക്കടോ, പോക്കറ്റ് കൈവെക്ക്. എന്നിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് എടുക്ക്. അത് കൊടുത്താലുള്ള ലാഭം നിനക്കാ, നഷ്ടമൊന്നുമില്ല. നിങ്ങളുടെ ആരുടെയും 5 നയ്യാ പൈസ അള്ളാന് വേണ്ട. ഇത് കൊടുത്താലുള്ള പ്രയോജനം, നിനക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങൾ, നിനക്ക് വരാനിരിക്കുന്ന വിപത്തുകൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ ഈ സദഖ തട്ടിക്കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാര് പ്രത്യേകിച്ചൊരു സദഖ എടുത്തോ. നല്ല ഒരു സ്വാലിഹത്തായ പെണ്ണിനെ നിനക്ക് വേണോ? മക്കളെ, നല്ല സദഖ കൊടുക്ക്. സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിനക്ക് സ്വാലിഹായ ഒരു ഭർത്താവിന് വേണോ? സദഖ കൊടുത്താൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ബക്കറ്റ് ഇൻഷാ അല്ലാഹ് എടുക്കടോ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ആരാണോ മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നത്, നാഥാ പടച്ചവനെ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. പടച്ചവനെ, ക്യാൻസർ പോലെ, ട്യൂമർ പോലെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ.
കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. സഹോദരി, ഒരു മടിയും കാണിക്കണ്ട. സദക്കയുടെ പേരിൽ നിനക്ക് നഷ്ടമില്ല പെങ്ങള്. രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ. മരുന്നില്ലെന്നാരാ പറഞ്ഞത്? ഏത് രോഗത്തിനും മരുന്നുണ്ടോ? ഏത് രോഗത്തിനും മരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവേ, രോഗം വന്നാ സദക്ക കൊടുത്ത് ചികിത്സിക്കുന്ന ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് സംഘാടകർ വരികയാണ്. എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പള്ളി നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ. പടച്ചവനെ, ആ പള്ളിക്ക് വേണ്ടിയാണ് ഒരു ഹൗദ് വേണ്ടേ സഹോദരാ? ആ പള്ളിയിൽ വരുന്നവർക്ക് മുതുപെടുക്കാൻ ഒരു ഹൗദ് വേണ്ടേ? ആ പള്ളിയൊന്ന് സൗകര്യമുള്ളതാക്കി എടുക്കണ്ടേ? പടച്ചവനെ, സംഘാടകർ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുക്കൂ. അല്ലാഹുവിനോട് പറയണമല്ലോ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ? ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. എന്നെ അറുത്ത് മുറിക്കല്ലേ അല്ലാ. എന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. പടച്ചറപ്പേ, മരിക്കുമ്പോളും ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ വരുത്തരുത്. എന്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ അല്ലാ, ഞാൻ സദക്ക കൊടുത്ത് ചികിത്സിക്കുകയാ, നീ എനിക്ക് ശിഫ തരണേ എന്ന നിയത്തോടെ ഒരു നല്ല സദക്ക അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലമ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാഹ് അവരവരുടെ കയ്യിലുള്ളത് കൊടുക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്ന, സ്വാലിഹത്തായ പെണ്ണിനെ വേണോ? എടാ, ജോലിയില്ലാത്ത എത്രയോ പേരുണ്ട്. ഉസ്താദ്, എനിക്ക് ജോലിയില്ല, എനിക്ക് കച്ചവടമില്ല, എനിക്ക് ബർക്കത്തില്ല. സഹോദര, നീ സദക്ക കൊടുക്ക്. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും, നിനക്ക് ജോലി തരും, നിനക്ക് സന്തോഷമുള്ള ജീവിതം തരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാ. സദക്ക കൊടുക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല. എടാ ചെറുപ്പക്കാരൻ, നിനക്ക് ജോലി വേണോ? നിനക്ക് സാലിഹത്തായ പെണ്ണിനെ വേണോ? സദക്ക കൊടുക്ക്. ഞാൻ ഖുർആനിലെ തെളിവ് പറഞ്ഞു തരാം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം, എന്റെ പ്രിയപ്പെട്ടവരെ, ഫിർഔനിന്റെ അനുയായികൾ, ഫിർഔനിന്റെ സൈന്യം പിടിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നാടുവിട്ടു മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക്. മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കാരണം ഒരാളെ ഒരു അടിയടിച്ചപ്പോ ആ മനുഷ്യൻ മരിച്ചുപോയി. അപ്പൊ കൊലപാതക കുറ്റത്തിന് പിടിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോ മൂസാ നബി നാടുവിട്ടു. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കൊണ്ടാണ് പോകുന്നത് മദിയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക്. മൂസാ നബി ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, മദിയനിൽ ചെല്ലുമ്പോ കാണുന്നത് കുറെ ആണുങ്ങൾ ഇങ്ങനെ വെള്ളം കോരുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടുകയാ. കുറെ ആണുങ്ങൾ ഇങ്ങനെ വെള്ളം കോരുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടുന്നു. 2 പെൺകുട്ടികൾ ഇങ്ങനെ മാറി നിൽക്കുന്നു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ലജ്ജയാണ് ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ. ഞങ്ങൾക്ക് ലജ്ജയാണ് ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ. അപ്പൊ വെള്ളം തീരുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളൊന്നുമില്ലേ? ആ പെൺകുട്ടികൾ പറഞ്ഞു, പ്രായമുള്ള ഒരു വാപ്പ മാത്രമേ ഞങ്ങൾക്കുള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഫാൻ വെച്ചോ, ഫാൻ തിരിച്ചു വെച്ചു, എനിക്ക് വേണ്ട.
മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ വെള്ളം കോരി തരട്ടെ? ഒക്കെ സമ്മതിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ആ 2 പെൺകുട്ടികൾക്കും വെള്ളം കോരി കൊടുത്തു. അവര് പോയി. മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ടു വന്നതാണ്. ആ നാട്ടിൽ ആരെയും പരിചയമില്ല. മൂസാ നബി അങ്ങനെ ഒറ്റയ്ക്കൊരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നു റബ്ബിനോട് ദുആ ചെയ്ത് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഈ പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, ചെറുപ്പക്കാരാ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, ഞങ്ങളെ സഹായിച്ചതിന് സമ്മാനം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. അങ്ങനെ പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ ഫ്രണ്ടിൽ നടക്ക്, ഞങ്ങൾ വഴി പറഞ്ഞു തരാം പുറകിൽ നിന്ന്. ആ പെൺകുട്ടികൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ നടന്ന് ആ കുട്ടികളുടെ വീട്ടിലേക്ക് ചെന്നു. ആ കുട്ടികളുടെ വാപ്പ മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. മഹാനായ ശുഐബ് നബിയായിരുന്നു ആ കുട്ടികളുടെ ഉപ്പ. പ്രവാചകന്റെ മക്കളായിരുന്നു അവർ രണ്ടുപേരും. അങ്ങനെ ചരിത്രങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. എന്റെ മൂത്ത മകളെ, എന്റെ ഏറ്റവും മുതിർന്ന മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം. അങ്ങനെ മൂസാ നബിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടി. ജോലിയില്ല, 8-9 വർഷം നീ എന്റെ ആട് മേച്ചു കൊള്ളാൻ ജോലിയും കൊടുത്തു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്തപ്പോ 2 പെൺകുട്ടികൾക്ക് ഒരൽപ്പം വെള്ളം കോരി കൊടുത്തപ്പോ ഒരു സ്വാലിഹത്തായ ഭാര്യയും ലഭിച്ചു, വർഷങ്ങളോളം ജോലിയും ലഭിച്ചു. ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രം. വെള്ളം കോരി കൊടുത്തവന് എത്ര പ്രതിഫലമുണ്ടെങ്കിൽ പള്ളി കെട്ടിക്കൊടുക്കുന്നവൻ എത്ര പ്രതിഫലം ഉണ്ടാകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരിക്കലും നഷ്ടമാകില്ല. സംഘാടകർ കാണിച്ചു തന്നു പടച്ചവനെ ഒരു പള്ളി കാണിച്ചു തന്നു. ഉസ്താദേ, ഈ കാണുന്നതാണ് പള്ളി, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. പടച്ചവനെ ഇനി അതൊന്ന് നേരെയാക്കിയെടുക്കണം. അതിന്റെ മെമ്പറും മിഹ്റാബും ഒക്കെ ഒന്ന് നേരെയാക്കണം. പടച്ചവനെ ഒരു ഹൗദ് വേണം. ഉസ്താദേ, പരിപാടിയിൽ നിന്ന് എന്ത് കിട്ടിയാലും പടച്ചവനെ അത് പള്ളിക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് സഹോദരാ പടച്ചവനെ പരിപാടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പടച്ചവനെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണേ. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. നിങ്ങൾക്ക് ഞാൻ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞു തരാ. ആരാണോ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഒരു സദഖ കൊടുക്കാൻ തയ്യാറാകുന്നത്, പെങ്ങളെ നഷ്ടമാകില്ല, പെങ്ങളെ നഷ്ടമാകില്ല. കൊട്ടാരം പോലെ വീടുണ്ട്, കഴിക്കാ ഭക്ഷണമുണ്ട്, ധരിക്കാ സമ്പസ വസ്ത്രമുണ്ട്, ഒരുപാട് പണം നിനക്കുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, നാട്ടുകാരുടെ മുമ്പിൽ ചിരിക്കുന്ന മുഖത്തോടെ നടക്കുന്ന ഉമ്മ. സമാധാനമുണ്ടോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് സന്തോഷമുള്ള ജീവിതമുണ്ടോ? നീ തന്നെ പറയുന്ന ഉസ്താദേ മരിച്ചാ മതി, ഉസ്താദേ മരിച്ചാ മതി. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ഇന്നീ സദസ്സിലിരിക്കുന്ന ചിലരുണ്ടല്ലോ, ഇന്നീ സദസ്സിലിരിക്കുന്ന ചിലരുണ്ടല്ലോ, ഇന്ന് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കൂടെ വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അതിഥി വരികയാ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് അതിഥി വരികയാ. സദഖ കൊടുക്കുന്ന വാപ്പാ, നിന്റെ വീടിനകത്ത് സമാധാനമാ, നിന്റെ വീടിനകത്ത് സന്തോഷമാ. നിന്റെ മക്കള് കാരണം നാണം കെടേണ്ടി വരില്ല, നിന്റെ മക്കള് കാരണം സങ്കടപ്പെടേണ്ടി വരില്ല. പെങ്ങളെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവേ എന്റെ ഉമ്മയ്ക്ക് നരകം കൊടുക്കണേ എന്ന് പറയുന്ന മക്കള് വന്നാ വല്ലാത്ത സങ്കടമാ. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ പള്ളിക്ക് വേണ്ടിയാ. കഴിയുമോ സഹോദരാ, കഴിയുമോ സഹോദരാ? ഞാൻ വെറുതെ പറഞ്ഞതല്ലോ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹു
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു ഒരു വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒറ്റ വീടിനെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ആ വീട് ഏതെന്നറിയുമോ ചെറുപ്പക്കാരാ? പെങ്ങളെ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വീട് ഏതെന്നറിയോ? നിന്റെ വീട് ഇന്ന് എങ്ങനെയാകണം പെങ്ങള്? നിന്റെ വീട് ഇന്ന് എങ്ങനെയാകണം പെങ്ങള്? ഏത് വീടെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് വെറുതെ പറഞ്ഞതല്ല. സദഖ കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞല്ലോ. സമാധാനമുള്ള ജീവിതമാ, സ്വാലിഹീങ്ങളായ മക്കളാ. അതാ പടച്ചവനെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്വാലിഹത്തായ ഭാര്യയുണ്ടല്ലോ. അതാ പടച്ചവനെ വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. കാരണം ഭർത്താവും മകനും പള്ളിയിൽ പോയിട്ട് കാണുന്നില്ല. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും കൂടെ നബി തങ്ങളുടെ മുമ്പിലേക്ക് പോയതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയതാണ്. പടച്ചവനെ ഇശാ കഴിഞ്ഞു, രാത്രിയായി. തന്റെ ഭർത്താവിനെയും മകനെയും കാണാതെ വന്നപ്പോ ഉമ്മു സുലൈം അവിടുന്ന് കാത്തു നിൽക്കുകയാ. പെങ്ങളെ, ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ തന്റെ ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാണ്. ഉമ്മു സുലൈമിന് സമാധാനമായി. തന്റെ ഭർത്താവും മകനും നടന്നു വരുന്നു. അവസാനം നടന്ന് വീടിന്റെ മുറ്റത്ത് വന്നപ്പോ മൂന്നാമതൊരു പ്രായമുള്ള മനുഷ്യനെ കാണുകയാ. പടച്ചവനെ വീടിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റിയിരുത്തി. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അതാ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹ, ആരാ തൽഹ? കൂടെ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ. അവിടെ പറഞ്ഞു ഉമ്മു സുലൈം. ഇശാ നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച് ചോദിച്ചു, സഹാബത്തേ, ഒരു യാത്രക്കാരനുണ്ട് സഹാബ, ഒരു യാത്രക്കാരനുണ്ട് സഹാബ. ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോ അബൂ തൽഹ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുപോകാൻ നബിയേ, ഞാൻ ഭക്ഷണം കൊടുക്കാൻ നബിയേ. പടച്ചവനെ, അങ്ങനെ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യരാട് ഉമ്മു സുലൈം കരയുകയാ. പടച്ചവനെ, ഇന്ന് നമുക്ക് തിന്നാൻ പോലും ഭക്ഷണമില്ല. ഇന്ന് വീടിനകത്ത് അല്പം ഭക്ഷണമേ ഉള്ളൂ. നമ്മുടെ മകന് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാണ്. പിന്നെ എങ്ങനാ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല. നമ്മൾ രണ്ടുപേരും ഇന്ന് പട്ടിണിയാണ്. നമ്മുടെ മകന് തിന്നാനുള്ള ഭക്ഷണമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് കൊടുക്കുന്നത്? അബൂ തൽഹ തങ്ങൾക്ക് സങ്കടമായി. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നതാണല്ലോ. അല്ലാഹുവേ, രണ്ടുപേരും അടുക്കളയിൽ ഇരുന്ന് കരയുമ്പോ മകനോടി വരികയാ, അനസ് തങ്ങള്, എന്തേ ഉമ്മ കരയുന്നത്? എന്തേ ഉമ്മ കരയുന്നത്? മോനെ, ഉപ്പ കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല. മോന് മാത്രമേ ഇന്ന് കഴിക്കാൻ ഭക്ഷണമുള്ളൂ. എങ്ങനെയാ മനുഷ്യനോട് പറയുന്നത്? അങ്ങനെ രണ്ടുപേരും മൂന്നുപേരും അടുക്കളയിൽ ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സ്വാലിഹത്തായ ഉമ്മു സുലൈം പറഞ്ഞു, തൽഹ, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ വഴി എന്നറിയുമോ? ഒരു പാത്രത്തിനകത്ത് ഉള്ള ഭക്ഷണം എടുത്തു വെക്കാ. എന്നിട്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. പാത്രത്തിലേക്ക് കൈവച്ച മോനെ അനസേ, അടുത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കങ്ങ് തട്ടിയണയ്ക്കണേ. എന്റെ
പൊന്നുമോന് വിളക്ക് തട്ടിയണയ്ക്കണം, എന്നിട്ട് ഭക്ഷണം കഴിക്കരുത്. അഭിനയിച്ചാ മതി മോനെ, കഴിക്കുന്ന ആളെപ്പോലെ അഭിനയിച്ചാ മതി. ആ പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ തീരുമാനമെടുത്തു. ഭക്ഷണം കൊണ്ടുവച്ചു. ഭക്ഷണം കൊണ്ടുവച്ചു. 3 പേരും കൂടെ ഒരുമിച്ചു ഭക്ഷണം കഴിക്കാനിരുന്നു. അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ ഉമ്മാടെ മുഖത്ത് നോക്കുകയാണ്. പടച്ചവനെ, ആര് പറയുന്നത് ചെയ്യണം? അവസാനം ഉമ്മ പറഞ്ഞതുപോലെ വിളക്ക് തട്ടിയണയ്ക്കുകയാണ്. ആ മനുഷ്യന്റെ മുന്നിലിരുന്ന് അഭിനയിക്കുകയാണ്. ആ മനുഷ്യനൊന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. അവസാനം അൽഹംദുലില്ലാഹ് എന്നവിടുന്ന് അല്ലാഹുവേ പടച്ച റബ്ബേ ദുആ ചെയ്യുകയാ. ആ വീട്ടിൽ ഉണ്ടായിരുന്ന ഭക്ഷണം ആ പാവപ്പെട്ടവന് കൊടുത്തിട്ട് ആ ഭാര്യയും ആ ഭർത്താവും ആ 11 വയസ്സുകാരനും കിടന്നുറങ്ങിയടോ. ഉറക്കം വരുന്നില്ല, വിശപ്പാണ്. അവര് പട്ടിണി കിടന്നിട്ട് ആ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തു. അവസാനം കിടന്നുറങ്ങി. സുബഹിയുടെ ബാങ്ക് വിളിച്ചപ്പോ അബൂ തൽഹ തങ്ങളെ ചാടി എഴുന്നേറ്റു. അബൂ തൽഹ തങ്ങളെ ചാടി എഴുന്നേറ്റു. എന്നിട്ട് തന്റെ ഭാര്യ വിളിച്ചിട്ട് പറയുന്നു, ബാങ്ക് വിളിച്ച് എഴുന്നേക്ക് പെണ്ണേ. തന്റെ പൊന്നാര മകനെ വിളിച്ചുണർത്തി. അവസാനം അവിടുന്ന് സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെന്നു. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന അബൂ തൽഹ, അബൂ തൽഹ എവിടെ? അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. അനസ് എന്ന് പറയുന്ന പൊന്നുമകന്റെ കൈ പിടിച്ചുകൊണ്ട് നബി തങ്ങളുടെ ചാരത്തു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തൽഹ, ഇന്നലെ വിളക്കണച്ചിട്ട് കൊടുത്ത വിരുന്ന് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. അങ്ങനെ അറിഞ്ഞു നബിയേ, ഞങ്ങളുടെ വീടിനകത്ത് നടന്ന സംഭവം അങ്ങനെയാണ് അറിഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ഇന്നലെ ജിബ്രീൽ വന്നു അബൂ തൽഹ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അബൂ തൽഹ,